19ഉം 23ഉം വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരുടെ ചോരയ്ക്ക് കോടതി നീതി നൽകിയോ? പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി CPM-ന് തിരിച്ചടിയോ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം രണ്ട് അതിഥികളാണുള്ളത്. അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, ശ്രീ വി വസീഫ് CPM-ൽ നിന്ന്. ശ്രീ വി വസീഫ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ വസീഫ്, പെരിയ ഇരട്ടക്കൊലപാതക കേസ് നമുക്കറിയാവുന്നതാണ്. 2019 ഫെബ്രുവരി 17-നാണ് ആ സംഭവം ഉണ്ടാകുന്നത്. രണ്ട് ചെറുപ്പക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ 19ഉം 23ഉം വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരുടെ മരണം കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകമാണ്. അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നതടക്കം പല വാദങ്ങളും വന്നു. CPM-വുമായി ബന്ധപ്പെട്ട മുൻ MLA അടക്കം CPM-ന്റെ പ്രാദേശിക നേതാക്കളടക്കം എല്ലാവരും പ്രതിപ്പട്ടികയിൽ വന്നു. അതിൽ ഇന്ന് കുറ്റം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു. ആ വിധി എങ്ങനെയാണ് CPM കാണുന്നത്? രാഷ്ട്രീയമായ വലിയ പ്രതിരോധമുണ്ട് എന്ന് CPM സമ്മതിക്കുന്നുണ്ടോ? മാധു, CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. എനിക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു നിഷ്പക്ഷമാകണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യണം. എല്ലാ ഭാഗവും കാണണം, കേൾക്കണം, ആളുകളെ ധരിപ്പിക്കണം. നിങ്ങളൊന്നും വേണ്ട. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ നിങ്ങളൊരു പഠനം നടത്തി, ഒരു അന്വേഷണം നടത്തി, എത്ര CPM-കാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു, എത്ര കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടു, എത്ര BJP-ക്കാർ കൊല ചെയ്യപ്പെട്ടു, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ കൊല ചെയ്യപ്പെട്ടോ, ആരാണ് ഈ കൊലപാതകമൊക്കെ നടത്തിയത് എന്നൊരു പരിശോധനയൊക്കെ നടത്തണം. കഴിഞ്ഞ ഒരു മാസം മുൻപാണ് മറ്റൊരു വിധി, സുപ്രധാനമായ വിധി, ഞങ്ങളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വിധി. ഞങ്ങളുടെ ജില്ലയിൽ കോഴിക്കോട്ടെ നാദാപുരത്തെ തൂണേരിയിലെ സഖാവ് ഷിബിനെ, നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഷിബിനെ, മുൻപ് ഒരു കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത, ഒരാളെയും ആക്രമിച്ച കേസിൽ പ്രതിയാകാത്ത ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, ആ പ്രദേശത്തെ DYFIയുടെ യൂണിറ്റ് ഭാരവാഹി കൊല ചെയ്യപ്പെട്ടു. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ കൊലപാതകത്തിന് ശേഷം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായി. ആ 18 പ്രതികളിൽ 18 പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മേൽക്കോടതി 18-ൽ 17 പേരെയും ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിക്കുന്ന ഒരു വാർത്ത നമ്മളൊക്കെ വായിച്ചു, നമ്മൾ അറിഞ്ഞു. പക്ഷേ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്ര ജാഗ്രതയും താല്പര്യവും CPM-കാരൻ്റെ കൊലപാതകത്തിൽ പ്രതികളാക്കപ്പെട്ട മുസ്ലിം ലീഗുകാരെയോ UDF-കാരെ കുറിച്ചോ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിലൊരു പരാതിയുമില്ല. കാരണം എല്ലാ കാലത്തും CPM-കാർ വേട്ടയാടപ്പെടേണ്ടവരാണ്, CPM-കാർ വേട്ടയാടപ്പെടേണ്ടവരാണോ, കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. നിങ്ങൾ നോക്കൂ, CPM-കാർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന വിഭാഗത്തിൽ പെടുന്നില്ല എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ കാര്യം, ശ്രീ വി വസീഫ്, സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കാരണമാര് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഈ പട്ടിക എടുത്തു വെക്കാം. ഇതിപ്പോൾ നോക്കൂ, പെരിയ ഇരട്ടക്കൊലപാതക കേസ്, അതിൽ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ഈ ചർച്ച എടുക്കുന്നത്. ആ വിഷയം അതുതന്നെയാണ് എന്ന് കൃത്യമായി അറിയിച്ചിട്ടാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാന പുരസ്സരം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചോദ്യം, CPM-ന് ഈ കേസിൽ പ്രതിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഈ 10 വർഷക്കാലത്തെ കണക്കെടുത്ത് പറയുക എന്ന് പറയുന്നത് അത് ജനറലൈസ് ചെയ്യാനുള്ള വളരെ ദുർബലമായൊരു ശ്രമമാണ്. വി വസീഫ്, അല്ല, ശ്രമം ദുർബലമാണോ അല്ല ഫലമുള്ളതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങൾ ഈ കേരളത്തിൽ വേട്ടയാടപ്പെടുന്നവരാണ്. ഇപ്പൊ ഈ കേസിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കേസിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തോട് അഭിമന്യു ആരാണ്, ധീരജ് ആരാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? നമ്മൾ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഓരോ കേസുമായും ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യമായി ബന്ധപ്പെട്ട ഒറ്റ മിനിറ്റ് എത്ര ദിവസം ചർച്ച ചെയ്തു? ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്തു. എത്ര എയർ ടൈം നിങ്ങൾ കൊടുത്തു? ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല മാധു, നമുക്കതൊക്കെ കാണുന്ന നിങ്ങൾക്ക് ഞാൻ കേസിലെ പ്രതികളാണ്. അഭിമന്യു കേസ് മാതൃഭൂമി കേസിലെ പ്രതിനെ
എല്ലാ ഞാനും ചോദിച്ചോട്ടെ, ഞാൻ പറയട്ടെ. അഭിമന്യു കേസ് കേരളത്തിലെ ക്യാമ്പസുകളുടെ മുമ്പിൽ, ക്യാമ്പസ് കൊലപാതകമായി ക്യാമ്പസിന് മുമ്പിൽ വെച്ച് SDPIക്കാര്, പോപ്പുലർ ഫണ്ടുകാർ ആസൂത്രണം ചെയ്ത കൊലപാതകത്തെ നിങ്ങൾ ഈ പറയുന്നത് പോലെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തെത്തിച്ചിട്ടുണ്ട്. ധീരജിന്റെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്നത് പോലെ എത്ര ദിവസം ചർച്ച ചെയ്തു? ഇല്ല, ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇതെന്താണെന്നറിയാമോ, ഇതൊരു തന്ത്രമാണ് ശ്രീ വി വസീഫ്. ഞാൻ പ്രേക്ഷകർ കേൾക്കാനാണ് പറയുന്നത്. ഇതൊരു തന്ത്രമാണ്. പെരിയ ഇരട്ട കൊലപാതക കേസിനെ പറ്റി ഞാൻ 3 തവണയായി അങ്ങോട്ട് ഒരേ ചോദിക്കുന്നു. അങ്ങ് ഇതുവരെ പെരിയ എന്നൊരു വാക്ക് മിണ്ടിയിട്ടില്ല. അത് അങ്ങേക്ക് അതിൽ പറയാനില്ലാത്തത് കൊണ്ടാണ് എന്ന് ആളുകൾ ധരിച്ചു പോകും. എന്താ ഞാൻ പറയേണ്ടത്? അതിലെന്താ പറയാനുള്ളത്? അതിലെന്താണ് പറയാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല. ഞാൻ തുടക്കം തന്നെ നിങ്ങളോട് പറഞ്ഞു, ബന്ധമില്ല. പാർട്ടി ആലോചിച്ചോ പാർട്ടി ആസൂത്രണം ചെയ്തോ കൊലപാതകമല്ല എന്ന് ഇന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയില്ലേ? ഇതിൽ ഗൂഢാലോചന കേസ് നിലനിന്നോ? ഇവർ CBIയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആവേശത്തോടു കൂടി ആവശ്യപ്പെട്ട് CBIയെ കൊണ്ട് ഇവിടെയുള്ള CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ജില്ലാ നേതൃത്വത്തെയും ആകെ ഞങ്ങൾ അകത്തിടിക്കുമെന്ന് പ്രസംഗിച്ചത് കെ സുധാകരനായി. മറന്നുപോയോ നിങ്ങൾ? കെ സുധാകരൻ പ്രസംഗിച്ചതാ. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ CBIയെ സ്വാധീനിച്ച് ഈ കേസ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കൊണ്ടുപോകും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ സുധാകരന്റെ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ആ പ്രസംഗം ഒക്കെ നടത്തിയത് ഇവിടെയാ. എന്നിട്ട് ലോക്കൽ പോലീസ്, കേരള പോലീസ് അന്വേഷിച്ച ആ പ്രതിപട്ടികയിൽ നിന്ന് വലിയ മാറ്റമൊന്നും വരാതെയാണോ ഇപ്പോ ആ അന്വേഷണത്തിൽ വലിയ മാറ്റമൊന്നും വരാത്ത കണ്ടെത്തലുകളാണോ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്? കേരള പോലീസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. 14 പ്രതികളെന്ന് പറഞ്ഞു. അതിൽ 10 പേരും പിന്നീട് CBI പ്രതി ചേർത്ത 4 പേരും അടക്കം. ആ CBI പിന്നീട് പ്രതി ചേർത്ത 4 പേര് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കേരള പോലീസിന് അന്വേഷണത്തിൽ ഉണ്ടാകാതിരുന്നത്? അവരടക്കമാണല്ലോ ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ ശ്രീ വസീഫ്, ഞാൻ അങ്ങേലേക്ക് വരാം. അല്ല, അതന്നെ മാധു, ഞാനും വരട്ടെ. ഞാൻ പറയട്ടെ. അതിൽ ആ 4 പേരിൽ 302 ഉള്ള ഈ കൊലപാതകം നടത്തിയതിൽ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ആരാണുള്ളത്? ഇല്ലല്ലോ. അതിൽ 225 എന്ന് പറയുന്ന വകുപ്പല്ലേ ഉള്ളൂ. വേറെ ഏതാ ഉള്ളത്? അല്ല, ഒരു കേസിൽ നിങ്ങൾ ഈ പറയുന്ന കൊട്ടിഘോഷിച്ചതുപോലെ ഒരു ആസൂത്രണം അല്ല. ഞാൻ പറയട്ടെ, ഒരു ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് നിങ്ങൾ കൊട്ടിഘോഷിച്ചു. പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? നിങ്ങൾ നോക്ക് ഇന്ന് നിങ്ങൾ നോക്ക്, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മുതൽ അവസാനമുള്ള നേതാക്കന്മാരുടെ വരെ ബൈറ്റ് എടുത്ത് നിങ്ങൾ ഇന്ന് ചാനലുകളിൽ എയർ ചെയ്തു. ഞാൻ പറഞ്ഞു, ഷിബിൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചു കഴിഞ്ഞ ദിവസം. നിങ്ങൾ എത്ര ചർച്ച ചെയ്തു? നിങ്ങൾക്ക് ആ പ്രതികളെ അറിയോ? നിങ്ങൾ ആരുടെയെങ്കിലും ബൈറ്റ് എടുക്കാൻ നിങ്ങൾ ചെന്നോ? നിങ്ങൾ ഒരു ദിവസമെങ്കിലും ചർച്ച അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ വി വസീഫ്. അതുകൊണ്ടാണ് ഞാൻ നോക്കൂ, എല്ലാ ജീവനും തുല്യ മൂല്യമുള്ളതാണ് എന്നത് കൃത്യമാണ്. അല്ല, പക്ഷെ ഇഷ്ടത്തിന്റെ അല്ല, അത് വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പെരിയ ഇരട്ട കൊലപാതക കേസ് തന്നെയാണ്, അഭിമന്യുമായി ബന്ധപ്പെട്ട കേസ്, ധീരജുമായി ബന്ധപ്പെട്ട കേസ്, വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ നിങ്ങളുടെ 2 സഖാക്കന്മാർ ഇല്ലേ, ഹക്കും മിഥിലാജുമില്ലേ, ആ കേസ് അതുപോലെയൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ് പെരിയ ഇരട്ട കൊലപാതക കേസ്. പിന്നെ അതിനെ വ്യത്യസ്തമാക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ട് വസീഫെ, വരുന്ന വഴിക്ക് പറയാമെന്ന് വിചാരിച്ചതാണ്. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ ഒരു സർക്കാർ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. അതുകൂടി പ്രത്യേകതയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിക്കുമ്പോൾ കാരണമാകുന്നത് സുപ്രീം കോടതി വരെ ഒരു സർക്കാർ അയ്യോ CBI എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ ജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് കൊണ്ടുപോയി എടുത്ത് വക്കീലന്മാർ കൊടുത്തു. 88 ലക്ഷം രൂപയാണ് 3 വക്കീലന്മാർ CBI അന്വേഷിച്ച പെട്ടോന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് വസീഫെ, അങ്ങനെ പല പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഓരോ കേസും. അത് ഞാൻ പറഞ്ഞുതരാം മാധു, ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഏതിനാ നിങ്ങൾക്ക് പ്രത്യേകത ഇല്ലാത്തത്? ഏത് കേസിലാ കേരളത്തിൽ പ്രത്യേകത ഇല്ലാത്തത്? എല്ലാ കേസിലും പ്രത്യേകത, അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതിൽ നിങ്ങളുടെ പ്രത്യേകതയും പ്രത്യേക താല്പര്യവും ഒരു വശത്ത് CPMന്റെ പ്രവർത്തകർ ഇതിൽ പ്രതികളായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാ. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വെച്ചതുപോലെ
CBI കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടതുപോലെ ഗൂഢാലോചനയൊന്നും ഇവിടെ തെളിഞ്ഞിട്ടില്ല. അല്ല, CBI കേരള പോലീസ് കണ്ടെത്തിയതിന് അപ്പുറത്ത് വലിയ അല്ല CBI കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, നിങ്ങളും കോൺഗ്രസും വലിയ വ്യത്യാസമുണ്ടോ? അല്ല, അത് അങ്ങേക്ക് തോന്നുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാന്ന് തോന്നുന്നത് അവനവന്റെ പ്രത്യയശാസ്ത്രത്തിലുണ്ടായ വീക്കം കൊണ്ടാണ്. അത് നമുക്ക് ബാധകമല്ല വസീഫെ. അങ്ങനെയൊന്നുമല്ല മാധു, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി വ്യത്യാസമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ എല്ലാവർക്കും ബാധകമാണെന്ന് വിചാരിക്കരുതേ കേട്ടോ. അത് അവനവന്റെ പ്രത്യയശാസ്ത്രത്തിലും അവനവന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരെ പറഞ്ഞല്ലോ. മാധു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ വൺ സൈഡ് പറഞ്ഞ പോലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ മാധു. എന്റെ പ്രത്യയശാസ്ത്രത്തിൽ നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമ പടകൾ ഇതുപോലെ കൊത്തിവലിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവസരത്തിലും അനവസരത്തിലും അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാൻ, എന്റെ സ്ഥാപനത്തിന്റെ കോൺഗ്രസിന്റെ എല്ലാ വിടുവായുത്തവും എടുത്തുപയോഗിക്കുന്നവരാ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും കോൺഗ്രസിന്റെ എല്ലാ വിടുവായുത്തവും പ്രതികളെ കുറിച്ച് നിങ്ങൾക്കറിയോ മാധു? ഞങ്ങളുടെ പ്രിയങ്കരനായ ഷിബിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കുറിച്ച് നിങ്ങൾക്കറിയോ? വെറുതെ എന്തായാലും വിളിച്ചു പറയല്ലേ? എന്തായാലും വിളിച്ചു പറയല്ലേ മാധു? നിങ്ങൾ വായി തോന്നുന്നു വിളിച്ചറിഞ്ഞ് കേൾക്കാനിരിക്കുന്നല്ലേ ഞാൻ? മാധു, ഞങ്ങളുടെ ഷിബിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കുറിച്ച് നിങ്ങൾ ഈ മാധ്യമത്തിൽ ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും. നിങ്ങൾ വിളിച്ചു വരുത്തിയതാ. അപ്പൊ ഞാൻ പറയുന്നതും കേൾക്കേണ്ടി വരും. ഞങ്ങളുടെ പ്രിയങ്കരനായ സഖാവ് 19 ഷിബിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ പറയുന്ന മാത്രം നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതിയോ? നിങ്ങളിത് ചർച്ചയാക്കിയോ? ഏത് കേസ്? ഈ പറയുന്ന വിധി വന്ന ദിവസം ഞങ്ങൾ ചർച്ചയാക്കി. ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ടു. ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു. ഞങ്ങൾ പത്രക്കാരെ കണ്ടു. അങ്ങനെ കേരളത്തിൽ വളരെ നിർണായകമായ ഒരു മാതൃഭൂമി അടക്കം കൊടുത്തിട്ടുണ്ടോ എന്ന് തീർച്ചയായും ഞാൻ പരിശോധിക്കും. എനിക്ക് അത്തരത്തിൽ അജണ്ട ഒന്നുമില്ല. ഇനി അഥവാ മാതൃഭൂമി അത് കൊടുത്തില്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു, അത് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന തരത്തിൽ ആഭ്യന്തരമായ ജാഗ്രത വെച്ച് പുലർത്തണം എന്ന ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. എനിക്ക് അതിലൊന്നും ഒരു അജണ്ടയുമില്ല, ഒരു ഏകപക്ഷീയമായ സ്വഭാവമില്ല വസീഫെ. ഇനി അങ്ങനെ ഒരു വീഴ്ച ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ മുൻകൂറായതാ ഞാൻ എന്റെ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് എന്റെ അഭിപ്രായം കൃത്യമായി എന്റെ സ്ഥാപനത്തെ ബോധിപ്പിക്കുകയും ചെയ്യും. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല വസീഫെ. ഞാൻ വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം വിടുവായുത്തമാണോ? CBI കേസുമായി അന്വേഷിക്കണമെന്ന ആവശ്യം ഉണ്ടാകുന്ന പശ്ചാത്തലം എങ്ങനെയാണ്? ഒന്നാമത് ഈ CPM ഇന്ന് പാടെ അടിയെ പോയിരിക്കുന്ന ഒരു ദിവസം വന്ന് ഇതുപോലൊരു കൊടും കൊലപാതകം ചെയ്ത ആ കൊലപാതക കേസിലെ പ്രതികളൊക്കെ കണ്ടാലറിയാവുന്നവരും ഈ നാട്ടിൽ അറിയപ്പെടുന്ന CPMകാരായ ഒരു ദിവസം വന്ന് ചാനൽ ചർച്ചയിൽ വന്ന് ഈ പരിഹാസവും ഈ ഊളച്ചിരിയും ചിരിക്കുന്നത് ഒരു മാന്യമായ രാഷ്ട്രീയത്തിന് പറ്റിയതല്ല എന്ന് ഞാൻ വസീഫിനെ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം രണ്ട് ചെറുപ്പക്കാർ 19-21 വയസ്സുള്ള 2 ചെറുപ്പക്കാരെ കൊലപാതകം ചെയ്തതിൻ്റെ വിധിപ്രസ്താവം വന്ന് ആ വിധിപ്രസ്താവത്തിൽ 4 CPMകാരായ പ്രധാനപ്പെട്ട പ്രതികൾ, അതും ഒന്ന് മുൻ MLA അടക്കം ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രതികൾ ഉണ്ടായ ദിവസം ഇതുപോലൊരു കൊലച്ചിരി ചിരിക്കാൻ CPMകാരനെ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് വസീഫിൻ്റെ ഇന്നത്തെ ചിരി. അതുകൊണ്ട് ഈ കൊലച്ചിരി അധികം കാലം CPMന് വാഴില്ല എന്നുള്ളത് വസീഫിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2, ഈ കേസിലേക്ക് വന്നാൽ ഈ കേസ് വളരെ കൃത്യമാണ്. എന്താണ് ഇവരാദ്യം പറഞ്ഞതെന്താ? വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് CPM ആദ്യം മുതൽ എടുത്ത സ്റ്റാൻഡ്. ഇത് വളരെ കൃത്യമായി ഹൈക്കോടതിയുടെയും ഇന്നത്തെ CBI കോടതിയുടെയും വിധി പ്രസ്താവത്തിലൂടെ വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നതെന്ന്. അപ്പോൾ തന്നെ CPMന്റെ മുഖംമൂടി അവിടെ അഴിഞ്ഞു വീണു. എന്താണ് രാഷ്ട്രീയ വിഷയം? രാഷ്ട്രീയ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായതും ആ നാട്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയതിൻ്റെയും അതിൻ്റെ വൈരാഗ്യത്തിന്റെ പേരിലാണ് CPMകാർ കൊലപ്പെടുത്തിയത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2,
ഇവർ ആദ്യം പോലീസിനെ പറ്റി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു, പിന്നീട് മറ്റേ ഏജൻസി അന്വേഷിച്ചു, മൂന്നാമത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പോരാ എന്ന് കുടുംബവും കോൺഗ്രസും പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഞങ്ങൾ പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഡിഫെക്ഷനായി ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ടിലുണ്ടായിരുന്നത് മുറിവും ആയുധങ്ങളും തമ്മിൽ ടാലിയാകുന്നില്ല എന്നുള്ളതാണ്. ഒരു കൊലപാതക കേസിൽ ഏറ്റവും എളുപ്പത്തിൽ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ പോലീസ് ചെയ്യുന്ന വിദ്യയാണ് മുറിവും ആയുധങ്ങളും തമ്മിൽ ടാലിയാക്കാതിരിക്കുക. ഇത് കണ്ടെത്തി ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് CBI അന്വേഷണത്തിന് വിട്ടത്. ആ CBI അന്വേഷണത്തിന് വിട്ടുകഴിഞ്ഞപ്പോൾ CPM ചെയ്തത് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് അതിൽ അപ്പീൽ കൊടുത്തു. ഒരു കാരണവശാലും CBI വരരുത് എന്ന് പറഞ്ഞു. അതിനുവേണ്ടി എത്ര ലക്ഷങ്ങൾ പൊടിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണത്തിന് വിട്ടപ്പോൾ ഇവർ ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇന്നും ഇവിടെ വന്ന് ഈ വിടുവായത്തം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ പ്രതികൾക്ക് വേണ്ടി ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ മുന്തിയ വക്കീലന്മാരെ, സർക്കാർ വക്കീലന്മാർ പോലുമല്ല, മുന്തിയ വക്കീലന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതിയും തള്ളിയതിനു ശേഷമാണ് CBI അന്വേഷണം വരുന്നത്. CBI അന്വേഷണം വന്ന് അവർ ഫോറൻസിക് പരിശോധനകളിൽ വളരെ കൃത്യമായി ഇടപെട്ട് ഈ ടാലി, അതായത് മുറിവും ആയുധങ്ങളും തമ്മിലുള്ള ടാലി വളരെ കൃത്യമായി കണ്ടെത്തുകയും 4 പേരെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുത്താത്ത 4 പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതിൽ CBI അന്വേഷണം ഇതിനകത്ത് എത്രമാത്രം പര്യാപ്തമായിരുന്നു, അതല്ലെങ്കിൽ എത്രമാത്രം ആവശ്യമായിരുന്നു എന്നുള്ളത് ഈ വിധി പ്രസ്താവം വന്ന ദിവസം ഇന്ന് വ്യക്തമാകുകയാണ്. ഇവർ ഇപ്പോഴും പറയുന്നത് എന്താ? ഇവർ പറയുന്നത് എന്നിട്ട് ചെയ്തത് എന്താ? ഈ കേരളത്തെ പോലും നാണിക്കുന്ന രീതിയിൽ ഇതിന്റെ തുടക്കം മുതൽ കോൺഗ്രസിനും കുടുംബത്തിനും നിയമ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് നേതാവ്, അയാളെ പോലെ ഇതുപോലൊരു കൊടും ക്രൂരനായ ഒരു വ്യക്തി, അയാളെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത് സ്വന്തം പക്ഷത്തേട്ട് കൊണ്ടുവന്ന് ആരൊക്കെയാണ് സാക്ഷികൾ, ആ സാക്ഷികൾ എന്താണ് മൊഴി പറയാൻ പോകുന്നത്, ഈ കേസിന്റെ വാദിഭാഗത്തിന്റെ അല്ലെങ്കിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെയും മെയിൻ പോയിന്റുകൾ എന്തായിരുന്നുവെന്ന് ആ CK ശ്രീധരൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലായ കൊടും പാതകനായ ആ മനുഷ്യനെ പർച്ചേസ് ചെയ്തുകൊണ്ട് CPM കൊണ്ടുപോയി. ഇത്രയും ശ്രമങ്ങൾ നടത്തി അവിടെയുള്ള പ്രതികൾക്ക് ചെല്ലും ചെലവും പരോളും കൊടുത്തു. ഇത്രയും ഒക്കെ ചെയ്തിട്ട് CPM ഇന്ന് ഈ വിധി പ്രസ്താവം വന്ന ദിവസം ഇവിടെ വന്ന് പറയുകയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ഇത് കേരളത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ നഗ്നത പ്രദർശിപ്പിക്കുന്നതാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ഇവിടെ വീണ്ടും ഇവർ മറ്റെന്തോ കുറെ കഥകൾ പറയുന്നു. ആരാണ് വസീഫ? നിങ്ങൾ കൊലപാതകത്തിന്റെ ചരിത്രം എടുക്കൂ. ഏതാണ്ട് കഴിഞ്ഞ 20 കൊല്ലം 125 രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായതിൽ ഭൂരിപക്ഷം കേസുകളിലും നിങ്ങളല്ലേ പ്രതികൾ. നിങ്ങളുടെ പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് RSSന്റെ കുറെ പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകമാണ് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്തത്. അതിന് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടത്തുന്നതിന് ഞങ്ങൾ എന്താണ് പഠിച്ചത്? ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോ ഷുഹൈബിന്റെ ബ്രേക്ക് എടുക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് സഹകരിക്കണം. ശരത്തിന്റെ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ സത്യനാരായണൻ, ചർച്ചയുടെ ഭാഗമായല്ല, അദ്ദേഹത്തിൻ്റെത് മാത്രമായ പ്രതികരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലുകളും ഇല്ല എന്നതുകൂടി പറയുന്നു. ഞാനൊന്ന് അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം തിരികെ വരാം. ശ്രീ സത്യനാരായണൻ, അങ്ങേക്ക് കേൾക്കാമോ? എങ്ങനെയാണ് ഇന്നത്തെ ഈ വിധിയെ കാണുന്നത്? 3-ാം തീയതിയാണ് ശിക്ഷാവിധി വരാനിരിക്കുന്നത്. എന്താണ് അങ്ങേക്ക് ഈ നിമിഷം പറയാനുള്ളത്? നമ്മൾക്ക് പറയാനുള്ളത്, വിധി ഏത് വെച്ചാലും CBI അന്വേഷണം നടത്തിയതിൽ CPMന്റെ പ്രധാന ആൾക്കാരെയൊക്കെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയല്ലോ. അത് തന്നെ വലിയൊരു സംഭവമല്ലേ. CBI വന്നുകൊണ്ടാണല്ലോ അത് തെളിയിക്കാൻ പറ്റിയതും. അതിന് പരമാവധി ഞങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തി ഈ വേദനയുടെ മുമ്പിലും ഇത്രയൊക്കെ ഈ സർക്കാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിനെ മറികടന്നുകൊണ്ട് ധീരമായി നമ്മൾ കേസിനെ നേരിട്ടതുകൊണ്ടല്ലേ ഇത്രയും ഇവിടം വരെ എത്തിച്ചത്. അതിന് നമ്മൾക്ക് നമ്മളെ പ്രസ്ഥാനവും നാട്ടുകാരും അതുപോലെ എല്ലാ നല്ലവരായ മനുഷ്യരുമൊക്കെ കൂടെ ഉറച്ച് പിന്നിലുള്ളൊരു ആത്മബലമാണ് നമുക്ക് ഈ കേസിനെ ഇവിടം വരെ ഈ 6 വർഷമായിട്ട് ഇവിടെ കൊണ്ടെത്തിക്കാനും 160ഓളം സാക്ഷികളെ ഈ എറണാകുളം കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിക്കാൻ
സാധിച്ചതും അതിൻ്റെ പ്രയാസങ്ങൾ ഇതൊക്കെ ഒരു സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. ആ സർക്കാർ നേരെ തിരിച്ച് കൊല്ലുകയും കൊല്ലാക്കൊലയുകയും പിന്നെ നമ്മുടെ നാട്ടുകാരെയും ഞങ്ങളെ. ഇത് കേരളത്തിൻ്റെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ അതിനോളം വേദനിക്കുന്നൊരു സംഭവം എന്താ ഉള്ളത്? CPM ആൾക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? ഇവിടെ ജനാധിപത്യമില്ലേ, നീതിയില്ലേ? ഈ നുണവർച്ചിൽ മാത്രം അവരെ പാർട്ടിക്ക് അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രവണതയ്ക്ക് വേണ്ടി മാത്രം കൊല്ലുകയും അത് പാർട്ടിക്ക് മാത്രം വന്നുകൂടാ എന്ന് വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും ഖജനാവിൽ നിന്ന് ചെലവാക്കാനും മടിയില്ലാത്തൊരു സർക്കാർ. സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് സുപ്രീം കോടതിയിലേക്ക് CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പോകുന്ന സമയത്ത് തടസ്സ ഹർജിയുമായി നിങ്ങൾ മാതാപിതാക്കൾ ചെല്ലുന്നുണ്ടായിരുന്നു. 6 വർഷക്കാലമാണ് ഈ നിയമ പോരാട്ടം മുന്നോട്ട് പോയത്. പ്രതീക്ഷയുണ്ടായിരുന്നോ? 6 വർഷം പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾക്ക് കോടതിയിലൊരു വിശ്വാസമുണ്ട്, സർക്കാരിൽ വിശ്വാസമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ നമ്മൾക്കൊരു ഈ CBI അന്വേഷണത്തിൽ ഞങ്ങൾ പോയതും. അവിടെ എത്ര കണ്ട് കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങളും, സാമ്പത്തികം പരാതികളൊന്നും ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഈ സർക്കാർ നിമിത്തം. ഇതിൻ്റെ ആവശ്യം എന്താണ്? കുറ്റം ചെയ്തിട്ടുണ്ട് അവരെ പിടിക്കപ്പെടാം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ, സർക്കാരിനെന്താ ഇത്ര ദണ്ണം? അതേ കൊല്ലിക്കാൻ വിട്ടവർ തന്നെ അവർ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് CBI വരാൻ പാടില്ല. അതിൽ പല കള്ളങ്ങളും നുണകളും പറയും. CBI വന്നാൽ അത് ഞങ്ങൾ രാഷ്ട്രീയമാരി എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ കൊന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും പോയിട്ട് പിടിക്കാൻ പറ്റുമോ? കൊലയാളികളെയല്ലേ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടുന്ന CPMകാർ പോയിട്ട് നമ്മളെ മക്കളെ കൊന്നു കഴിഞ്ഞാൽ വേറെ ആരെയും പോയിട്ട് പിടിച്ച് പ്രതികളാക്കാൻ പറ്റുമോ? ഇവർക്ക് എങ്ങനെയാണ് ഈ നാടിൻ്റെ ഈ കള്ളങ്ങളും നുണകളും ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റി? ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മറ്റൊരു ഉദാഹരണത്തിന് മറ്റൊരു കൊന്നതിൻ്റെ വേദനയല്ല, ഇവർക്ക് കൊല്ലുക എന്ന് വെച്ചാൽ തകർക്കുക, തകർത്തടിച്ചിട്ട് കേരളം പിടിച്ചെടുക്കുക. ഇത്രയും നീചമായ ഒരു പ്രസ്ഥാനമെന്ന് പറയാൻ തന്നെ നാണക്കേട് സംഭവമാണ്. നമ്മളൊരു വിധി, മനുഷ്യനൊരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലാണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു പാർട്ടിയാണ് അവിടെ ഇരുന്ന് ഈ ജനങ്ങളുടെ മുമ്പ് ഒന്ന് പറയുന്നുണ്ടല്ലോ ഓരോരോ ആൾക്കാർ. അത് കൊല്ലുകയും കൊല്ലാക്കൊലയും ചെയ്യുകയല്ലേ. ഒരു നീതിന്യായ വ്യവസ്ഥയെ അതിനെ പോലും മാനിക്കാത്തവരാണല്ലോ ഈ CPMകാർ. എന്തിനാണ് നമ്മളിങ്ങനെ വേദനിപ്പിക്കുന്നു? ഈ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ മുമ്പോട്ട് പോകും? ഇവർക്ക് CPM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് മാത്രം കട്ടുമുടിച്ചിട്ട് ഇവരെ കൊല്ലിച്ചിട്ട് വാഴാനുള്ള ഒരു നാടാണോ ഇത്? ജനാധിപത്യമല്ലേ ഇവിടെ? ജനാധിപത്യ വ്യവസ്ഥയിലല്ലേ ഇവരെ തിരഞ്ഞെടുക്കുന്നത്? ഇവർക്ക് എന്ത് ഗവൺമെൻറ്റാണുള്ളത്? ആരെ സംരക്ഷിക്കാനാണ്? ആർക്കാണ് ഇവർ ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഈ പണമെല്ലാം കൊണ്ടുപോയി വെറുതെ ഇവരെ പാർട്ടിക്കാർ രക്ഷിക്കാൻ വേണ്ടി ചിലവാക്കുകയല്ലേ? എന്താണ് ഈ ഗവൺമെന്റ് ഉത്തരവാദിത്തങ്ങൾ? ഇപ്പോൾ ഓരോ കൊലപാതകങ്ങളും ഇവരല്ലേ ഭരിക്കുന്നത്? പിടിക്കപ്പെട്ടൂടെ? CBI അന്വേഷണം ആവശ്യപ്പെട്ടതിന് ശേഷം ഏപ്രിൽ മാസത്തിലാണ്, ഏപ്രിൽ 1-ാം തീയതിയാണ് ഹൈക്കോടതിയിലേക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ആ സമയം മുതൽ എതിരെ നിൽക്കുന്നുണ്ട് സംവിധാനം എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ CBI അന്വേഷണം ഒരു കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ, മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, CBI അന്വേഷണം ഇരയുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുമ്പോൾ സർക്കാരിനെതിരെ അനുകൂലിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന്. അപ്പോൾ പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ പോകുന്നു, അതിനുശേഷം സുപ്രീം കോടതിയിൽ പോകുന്നു. അപ്പോൾ ഒരു സർക്കാർ, ഒരു സംവിധാനം സ്റ്റേറ്റ് അപ്പാടെ എതിർത്തു നിൽക്കുന്നു എന്നതൊരു വലിയ ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, ഭയപ്പാട് എന്ന് പറഞ്ഞാൽ അവർക്കത് ചെയ്തല്ലോ, അവർ സംരക്ഷിക്കണമല്ലോ. കൊല്ലാൻ വിട്ടവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് ഈ സർക്കാരാണോ ചെയ്യേണ്ടത്? അത് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണോ? അപ്പോൾ നമ്മൾക്ക് ഇത്രയും ഒരു സുപ്രീം കോടതി വരെ ഏത് ജനങ്ങൾക്കാണ് പോകാൻ പറ്റുക? അപ്പോൾ അത് അറിഞ്ഞുകൂടെ? അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് സമ്പത്തുണ്ട്, കേരളത്തിൻ്റെ ജനങ്ങളുടെ പൈസ ഉണ്ട്, എന്തും കളിക്കാം, എന്താവാം, ആരെയും കൊല്ലാം, എങ്ങനെയോ രക്ഷപ്പെടുത്താം. അങ്ങനെ ക്രിമിനലുകളെ ഇവിടെ വളർത്തി വാഴാമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടല്ലേ ഇതെല്ലാം പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അതുപോലത്തുള്ളൊരു മനുഷ്യരല്ലേ ഞങ്ങളൊക്കെ? ഞങ്ങൾ കുട്ടികളും അതുപോലെയല്ലേ? ഇതുപോലെ ഈ നാട്ടിൽ വാഴുന്ന എല്ലാ ജനങ്ങളും അതുപോലെയല്ലേ? വേദനയും എല്ലാം ഒരുപോലെയല്ലേ? എല്ലാവരും മക്കളും ഒരുപോലെയല്ലേ? ഇവർക്കെന്തേ ആ ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഇത് എന്നുണ്ട് ഇത് നടത്തുന്നു? ഇതൊക്കെ പാർട്ടിക്ക് വന്നുകൂടാന്ന് മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് കൊല്ലണം, പിടിച്ചെടുക്കണം, പക്ഷെ പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല. അതിനെ എങ്ങനെയും തരണം ചെയ്യും കോടതിയിലടക്കം അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, പാർട്ടിക്കാരെ രക്ഷിച്ചെടുക്കുക, ക്രിമിനലുകളെ നാട്ടിൽ വളർത്തുക. ഇനി ഇല്ലെങ്കിൽ ക്രിമിനലുകളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ജയിലുകൾ വേണം? ഇത് കംപ്ലീറ്റ് CPMൻ്റെ ആൾക്കാരെല്ലാം കംപ്ലീറ്റ് കുറ്റക്കാരല്ലേ? ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ CPMകാർ ക്രിമിനലല്ലാതെ ആരാ ഉള്ളത്? അപ്പോൾ അവരെ പിടിക്കപ്പെട്ട് നാളെ ഇത് ചെയ്യാൻ ആളുണ്ടാവുമോ?
അത് ചെയ്യാൻ അവർക്ക് ആൾ വേണം, അതിന് കള്ള് വേണം, കഞ്ചാവ് വേണം, അത് നിറക്കുക, അങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക സാധാരണക്കാരെ കൊണ്ട്. ഇതിൽ മാത്രം പെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ന്യായങ്ങൾ പറയുക. ഇതിപ്പോൾ ആൾക്കാർക്ക് വന്നത് പോയി, അവർക്ക് നീതിയുമില്ല, ഒന്നുമില്ല, അവർക്കൊന്നുമില്ല. അവർക്ക് ഒരു രസമാണ് ഈ കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CPM ഒരു രസമാണ്, അവരിവിടെ കൊണ്ടു നടക്കുന്ന ഒരു നയമാണത്. ഇരുന്ന് കളവ് പറയാൻ കുറേ ആൾക്കാരെ അങ്ങോട്ട് നിരത്തി വെക്കും. അവർക്ക് തൊഴിലൊന്നുമില്ല, അധ്വാനിക്കുകയൊന്നും വേണ്ട. സമ്പത്തുണ്ടല്ലോ ഇവിടെ കേരളത്തിൻ്റെ. വളരെയധികം നന്ദി ശ്രീ സത്യനാരായണൻ. സംസാരിച്ചതിന് വളരെ കുറച്ച് സമയമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ വിധി വന്ന ദിവസം സ്വാഭാവികമായും ഇതിന് പിന്നിൽ വലിയ നിയമ പോരാട്ടം നടത്തിയ രണ്ട് കുടുംബങ്ങളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൃപേഷിന്റെ കുടുംബമൊക്കെ നമുക്കറിയാം. വീടും അടുക്കളയും ഒറ്റ മുറിയും എല്ലാം കൂടി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ചെറിയ കുടിൽ. ആ കുടിലിന്റെ മുഴുവൻ സന്തോഷങ്ങളുമാണ് അന്ന് കൃപേഷ് പോയതിനൊപ്പം പോയത്. ആ വീടിന്റെ ഗതി കണ്ട മനുഷ്യർക്ക് ഉണ്ടായൊരു വേദന കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കാതെ പോകാൻ കഴിയില്ല. ശ്രീ വി വസീഫ്, ഇപ്പോൾ സത്യനാരായണൻ ഉന്നയിച്ച ചോദ്യങ്ങളൊന്നും ഞാൻ അങ്ങേലേക്ക് ഉന്നയിക്കുന്നില്ല. എന്നിരുന്നാലും പാർട്ടിക്കൊരു ബന്ധവുമില്ല എന്ന കാര്യം അങ്ങ് പറഞ്ഞല്ലോ. ഒന്ന്, നിങ്ങളുടെ മുൻ MLA KV കുഞ്ഞിരാമൻ ആ കേസിൽ പ്രതിയായത് എങ്ങനെയാണ് ശ്രീ വസീഫ്? പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അദ്ദേഹം. പാർട്ടിക്ക് ബന്ധമില്ലാത്ത ഒരിടത്ത് എന്തിനാണ് അദ്ദേഹം അത് ചെയ്തത്? മാധു, സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് ആ സമയത്തെ ഒരു ഈ പ്രതികളെ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വന്നുകൂടാ, അവരോട് സംസാരിച്ചുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. അവർ ആ സമയത്തെ സാഹചര്യത്തിൽ അവിടെ കണ്ട ഒരു സംഘർഷത്തിൽ നിന്ന് പിടിച്ചു മാറ്റാനോ മറ്റോ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ഈ കൊലപാതകത്തിൽ ഇവർ CBI പോലും അന്വേഷിച്ചിട്ട്, അതാണ് കോൺഗ്രസും ഇവരെല്ലാം പറഞ്ഞ ഇത്രയധികം ഇവർ ഇടപെടൽ നടത്തിയ വലിയ മാധ്യമ അറ്റൻഷൻ കൊടുത്ത ഒരു കേസായിട്ട് പോലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഖാവിനെതിരെ ഒരു ഗൂഢാലോചന കേസ് പോലും നിന്നിട്ടില്ല. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ദിവസം അദ്ദേഹത്തെ വേട്ടയാടി. അവിടെ ഈ 225 എന്ന് പറയുന്ന പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഈ പ്രതികളെ സഹായിക്കുന്ന, അവരെ മോചിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്തു എന്നുള്ള കേസാണ് വന്നത്. മറ്റ് കേസുകൾ വന്നിട്ടില്ല. ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞല്ലോ, ഈ അച്ഛൻ പറയുന്നതിൽ നിങ്ങൾ നോക്കൂ, 14 പ്രതികളെ ഉൾപ്പെടുത്തി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തല്ലേ പോലീസ് റിപ്പോർട്ട് കൊടുത്തത്? എത്ര കൃത്യമായി ആ പ്രതികൾക്കെല്ലാം ശിക്ഷ കിട്ടുന്ന രീതിയിൽ എത്തിയില്ലേ? എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസുണ്ടല്ലോ, ഒരു 19കാരൻ പാവപ്പെട്ടവൻ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. എവിടെ? തൂണേരിയിൽ. 2015 UDFന്റെ ഭരണകാലത്ത് ജനുവരി മാസം 22-ാം തീയതി ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ DYFയുടെ യൂണിറ്റ് ഭാരവാഹി. ഇവിടെ ഉള്ളതുപോലെയല്ല, ഒരു കേസിൽ പോലും മുൻപ് പ്രതിയായിരുന്നില്ല. ഈ പെരിയയിലെ സംഭവം നമുക്കറിയാലോ. പെരിയയിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി. 2019 ജനുവരി മാസം 5-ാം തീയതി എന്തായിരുന്നു സംഭവിച്ചത്? പീതാംബരനെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടി. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. തുന്നിക്കെട്ടിയ കൈകാലുകളുമായിട്ട് അദ്ദേഹം പുറത്തു വരുന്നത്. അതിൽ പോലീസ് പിടിച്ച് പുറത്തിറങ്ങിയ കേസിലെ 1-ാം പ്രതിയുടെ പേരെന്താ? നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ കൊലച്ചിരിയും മറ്റുമൊക്കെ പറയാ. ഞങ്ങളുടെ ചോരക്കും ഞങ്ങളുടെ സഖാക്കളുടെ ചോരക്കും അവർക്കും ആരും, ഞാനിവിടെ പറഞ്ഞത് അതാ, തുടക്കം മുതൽ പറയുന്നത്, ഞങ്ങളും കൊല ചെയ്യപ്പെടാൻ പാടില്ല, കോൺഗ്രസും കൊല ചെയ്യപ്പെടാൻ പാടില്ല, ഒരു മനുഷ്യരും കൊല ചെയ്യപ്പെടാൻ പാടില്ല. ഞങ്ങൾ ഒരു കാലത്തും ഒരു കൊലപാതകവും ആസൂത്രണം ചെയ്ത് നടത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഇദ്ദേഹം വലിയ രീതിയിൽ പറയുക കൊലയാളികളുടെ ചിരി. ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവ് ആരാ? വിഷ്ണു. തുവൂരിലാ, മലപ്പുറത്തെ തുവൂരിൽ. ഒന്ന് അന്വേഷിച്ച് ചെല്ലണം. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ അവിടെ സുജിത തുവൂർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലണം. അത് നടന്നത് എന്താണെന്നറിയോ? കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആളുകളിൽ അങ്ങ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകളിൽ ഭൂരിഭാഗവും CPM-മായി ബന്ധമുള്ളവരാണ്. ഞാൻ എണ്ണി എടുത്ത് പറയാൻ വേണമെങ്കിൽ നിങ്ങളുടെ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പീതാംബരൻ. അദ്ദേഹത്തിന്റെ സഹായിയാണ് ഈ പറയുന്ന CJ സജി എന്ന് പറയുന്നത്. ഈ സജിയുടേതാണ് ആ കേസിലെ ആയുധങ്ങൾ കൊണ്ടുവന്ന വാഹനം ഇപ്പോഴും കിടക്കുന്നുണ്ട്. CBI അന്വേഷണത്തിൽ അന്ന് പിടിച്ചെടുത്ത ആ വാഹനം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ ആളുകളും 6 പേർ കൃത്യമായി ബന്ധമുള്ളവർ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും പാർട്ടിക്ക് ഇതിൽ ഒരു പങ്കുമില്ല, ബന്ധമില്ലെന്ന് പറയുന്നത്? ഇനി പാർട്ടിക്ക് ബന്ധവും പങ്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഞാൻ ചോദിച്ചു, എന്തിനാണ് കുഞ്ഞിരാമൻ അവിടുന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന്. അവിടെ വന്നപ്പോൾ സംസാരിച്ചു, അവരടുത്തു നിന്നു എന്നുള്ളതൊരു പ്രശ്നമാണോ എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. സംസാരിച്ചു എന്നുള്ളതാണോ ഞാൻ ചോദിച്ചത്? ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായി പ്രതികളെ, അതും ഇത്രയും വലിയൊരു രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകാൻ പാടുള്ളതല്ല എന്നറിയാത്ത ആളാണോ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത MLA? മാധു, ഞാൻ പറയുന്നത്
ഒരു കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിൽ ആ പ്രദേശത്ത് നേരത്തെ ഞാൻ പറഞ്ഞു പീതാംബരനെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ കുറിച്ച്, അതിൽ 2 പ്രതികളാണ് പിന്നീട് ദൗർഭാഗ്യവശാൽ കൊല ചെയ്യപ്പെട്ടത്. നമുക്കറിയാം. അങ്ങനെ കൊല ചെയ്യപ്പെട്ട പ്രതികൾ ആ സമയത്തുണ്ടായ സംഘർഷവും വലിയ കലാപത്തിലേക്ക് പോയതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ സാഹചര്യത്തിൽ സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ചും അതിൽ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഈ CBI എഴുതി വെച്ചിട്ടുണ്ടാകാം. അത് നമുക്കറിയില്ല. എഴുതി വെച്ചിട്ടുണ്ടാകാം. ഇത് ഒരു സംഭവം നടക്കുമ്പോൾ അതിലെ പ്രതികളിൽ ആർക്കെങ്കിലും CPM-ഉമായി ബന്ധമുണ്ട് എന്ന് കരുതി അത് അപ്പാടെ CPM ആലോചിച്ച് നടപ്പിലാക്കിയതാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പേര് നാദുവിന് അറിയില്ല. ആരാ? സുജിത തുവൂര്. നിങ്ങൾക്കറിയോ? അവിടെ ഒരു ജീവനക്കാരിയായിരുന്നു. കൊല്ലപ്പെട്ടത് എങ്ങനെയാന്ന്? കൊന്നിട്ട് സ്വന്തം വീട്ടിൽ ആര്? വിഷ്ണു എവിടെ? അവന്റെ വീട്ടിൽ കുഴിച്ചിട്ടതാ. എന്നിട്ട് അത് കോൺഗ്രസിന്റെ സുധാകരന്റെ നേതൃത്വത്തിൽ ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്ത കൊലപാതകമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ചർച്ച ചെയ്തോ? കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയാ. ഒരാളും ചർച്ച ചെയ്തില്ല. ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ കൊലപാതകം പറഞ്ഞില്ലല്ലോ. ഈ പ്രതിപട്ടികയിൽ വന്ന ആളുകളുടെ പേര് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞോ? അല്ല, ഈ പ്രതിപട്ടികയിൽ നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞോ? അല്ല, നിങ്ങൾ ഇങ്ങനെ വൈകാരികമല്ലേ? നിങ്ങൾ പറഞ്ഞോ? അല്ല, നിങ്ങൾ പറഞ്ഞോന്ന് ഞാൻ ചോദിക്കുന്നത് ഏതാ? ഞാൻ ചോദിക്കുന്നത് സുജിതയെ കൊന്നതാ. അതാ ഞാൻ ചോദിച്ചത്. ഈ സുജിതയെ കൊന്നത് കെ സുധാകരന്റെ നേതൃത്വത്തിലാണോ എന്ന് നിങ്ങൾ പറഞ്ഞോന്ന് ചോദിച്ചില്ലേ? പിണറായി വിജയന്റെ നേതൃത്വത്തിലാണോ എന്നും MV ഗോവിന്ദമാസ നേതൃത്വത്തിലാണോ എന്നും ഞാനും ചോദിക്കുന്നില്ലല്ലോ. പ്രതിപട്ടികയിൽ വന്ന ആളുകൾ നിങ്ങളുടെ KV കുഞ്ഞിരാമൻ അവര് പറഞ്ഞില്ല. അവരോട് ചോദിക്കും വസീഫെ. എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ സമ്മതിക്ക്. നിങ്ങള് അതാണല്ലോ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ഒരു മോഡറേറ്ററായി ഇരിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആങ്കറായി ഇരിക്കേണ്ട ആളാ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇവിടെ പറഞ്ഞു ഞാൻ വിടുവായിത്തം എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ വിടുവായിത്തം പറഞ്ഞത് ആരായെന്ന് പറയുന്നിടത്തേക്കാ ഞാൻ എത്തിയത്. ഇന്നുള്ള നിങ്ങൾ ഇന്ന് അല്ല, നിങ്ങളല്ല, അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞല്ലോ. ഇന്ന് കേരളത്തിലെ UDF-ന്റെ നേതാക്കന്മാർ നടത്തിയ, നിങ്ങളുടെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ എയർ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അവർ വിളിച്ചു പറയുന്നത് എന്തൊക്കെയാ? യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായപ്പോ വളരെ കൃത്യമായി പോലീസ് ഇടപെട്ടു. കേരളത്തിലെ പോലീസ് ഒരാളും പോലീസിന്റെ മുകളിൽ മറ്റൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് വന്ന വിധി. CBI അന്വേഷിച്ചിട്ട് പോയിട്ടും കൂടുതലായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അന്ന് 14 പേരാണ് ഉണ്ടായിരുന്നത് പ്രതിപട്ടികയിൽ. പിന്നീടുള്ളത് 24 പേർ. ആ 24 പേർ, അതിൽ 4 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അത് അങ്ങനെയാണ്. അല്ല, ഏത് അന്വേഷണ ഏജൻസി പ്രതിപട്ടികയിൽ ചേർത്താലും ചിലരൊക്കെ സംശയത്തിന് ആനുകൂല്യത്തിൽ, ചിലർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞൊക്കെ പോകും. 4 പേർ അധികം എന്നല്ലോ. ആ 4 പേരെ കൂടി പൂവിട്ട് പൂജിച്ച് മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുപോകണമായിരുന്നു. ശരി, ഒരു മിനിറ്റ്. ഞാൻ അടുത്തൊരു അബിൻ വർക്കിയിലേക്ക് വരാം. അടുത്തൊരു അബിൻ വർക്കി, ചില കാര്യങ്ങൾ ഓർത്തെടുക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫെബ്രുവരി 17-ന് ഈ കൊലപാതകം ഉണ്ടാകുന്നു. ഫെബ്രുവരി 21-ന് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നു. മാർച്ച് 2-ന് ഏതാണ്ട് 10 ദിവസം കഷ്ടി അല്ലേ, ആ അന്വേഷണ സംഘത്തെ പല വഴിക്കാക്കുന്നു. DYSP തിരിച്ചു വിളിക്കുന്നു. CIമാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നു. അതിൻ്റെ പേരിലാണ് അടുത്ത മാസം ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റു പലരിലേക്കും എത്തുന്നു എന്ന ഭയം കൊണ്ടാണ് എന്നൊരു ആരോപണം ഇരയുടെ ഭാഗത്തു നിന്ന് അവരുടെ ബന്ധുക്കളൊക്കെ ഉയർത്തുന്നു. അങ്ങനെയാണ് CBI അന്വേഷണത്തിലേക്ക് ഇത് കടന്നു പോകുന്നത്. മറ്റൊന്ന്, കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ച ആളുകളെയാണ് CBI എന്ന് അറസ്റ്റ് ചെയ്തതും പ്രതി ചേർത്തതും എന്നൊരു ആരോപണം CPM ഉയർത്തി. ഇപ്പോൾ സമാനമായി കോൺഗ്രസ്സുകാർ പറഞ്ഞതൊക്കെ ചിലപ്പോൾ CBI എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന് വസീഫ് പറയുന്നുണ്ടായിരുന്നു നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട്. അതിനുള്ള മറുപടി എന്താണ്? 2-3 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, വസീഫ് ഇവിടെ തീരെ നിരർത്ഥകമായ വാദങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകടമായി പാർട്ടിയുടെ ഒരു ജില്ലാ ഭാരവാഹികൾ തൊട്ട് പ്രതിയായ ഒരു കൊലപാതക കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് വസീഫ് ഇവിടെ പറയുന്നത്. വസീഫ് ഇവിടെ ഏതോ മലപ്പുറത്തെ ഏതോ പേരുകളൊക്കെ പറഞ്ഞ് ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊന്നും ഉത്തരമില്ല. കാരണം നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് പോലും ഇതൊക്കെ ആരെ ആലോചിച്ച് എവിടെ പ്ലാൻ ചെയ്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇന്ന് ഒരു CPM-ന്റെ MLA-യുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ് അയാൾ DYFI പ്രവർത്തകനാണ്, വസീഫാണ് കഞ്ചാവ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിലർത്ഥമില്ല. ഞാൻ അങ്ങനെ പറയുന്നതും ശരിയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കപ്പുറം പ്രകടമായി CPM
പ്രതിപ്പട്ടികയിൽ CPM നേതാക്കന്മാർ പ്രതിപ്പട്ടികയിൽ വന്ന കേസുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധക്കേസ് വ്യക്തമായി CPMന്റെ നേതാക്കന്മാർ, ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കും പ്രതിപ്പട്ടികയിൽ വന്നു. അവർ ശിക്ഷ അനുഭവിച്ചു, അവരെ ശിക്ഷിച്ചു. എന്താണ് CPMന്റെ നയം? CPM പറയുന്നത് ഇന്നും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി കുറ്റക്കാരല്ല എന്ന, ഈ നേതാക്കന്മാർ കുറ്റക്കാരല്ല എന്ന. അതുകൊണ്ടാണ് CPM ആ പ്രതികൾക്ക് വേണ്ടി ഇന്നും നിലകൊള്ളുന്നത്, ആ പ്രതികളുടെ കല്യാണം നടത്താൻ പോകുന്നത്, ആ പ്രതികളുടെ നൂലുകെട്ടിന് പോകുന്നത്, ആ പ്രതികൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ജയിലിൽ ഒരുക്കി കൊടുക്കുന്നത് ഈ CPM ആണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഷുഹൈബിന്റെ വധക്കേസിൽ വ്യക്തമായി ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം വെട്ടിയത് ആകാശ് തില്ലങ്കേരിയാണെന്നറിയാം. ഈ ആകാശ് തില്ലങ്കേരിക്ക് അവാർഡ് കൊടുത്തത് ആരാ? ഇവരുടെ യുവജന കമ്മീഷന്റെ ചെയർമാനായ ഷാജറാണ്. ആ ആകാശ് തില്ലങ്കേരിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിന്, മയക്കുമരുന്ന് കടത്തിന്, വേണ്ടാത്ത എല്ലാ പണിക്കും അവിടെ പിന്തുണ കൊടുക്കുന്നത് ആരാ? ഇതേ CPM DYFI-യുമാണ്. അപ്പോൾ നിങ്ങൾ ഈ കൊലപാതകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ ആരാണ് പീതാംബരൻ? ഇദ്ദേഹം ഒരു പീതാംബരന്റെ പേര് പറഞ്ഞല്ലോ. ആരാണ് പീതാംബരൻ? പീതാംബരൻ CPM നേതാവല്ലേ? പീതാംബരൻ ഈ കേസിലെ പ്രതിയല്ലേ? ശിക്ഷിക്കപ്പെടാൻ പോകുന്ന വ്യക്തിയല്ലേ? ആരാണ് ഇതിനകത്ത് രാഘവൻ? ആരാണ് KV കുഞ്ഞിരാമൻ? നിങ്ങളുടെ പീതാംബരന്റെ ഭാര്യ, വളരെ പീതാംബരന്റെ ഭാര്യ ആ സംഭവത്തിൽ പീതാംബരൻ അറസ്റ്റിലാകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? പാർട്ടി അറിയാതെ, അല്ലെങ്കിൽ പാർട്ടി അറിയാതെ പീതാംബരൻ ഇത് ചെയ്യില്ല എന്നൊരു പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തെക്കൻ മേഖല ജാഥ നടത്തുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞത് ഭാര്യയോട് ചിലപ്പോൾ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പീതാംബരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് പാർട്ടിക്ക് അറിയില്ല എന്നാണ് അന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതായത് വ്യക്തിപരമായി പീതാംബരൻ നടത്തിയ ഒരു കൊലപാതകം അത് പാർട്ടിയുടെ തലയിൽ വെക്കുകയാണ് എന്നടക്കം കാര്യം പറഞ്ഞു. പിന്നീട് 2021 പീതാംബരന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ തോതിൽ സമരം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിൽ സുപ്രീം കോടതിയിൽ പോയി CBI അന്വേഷണത്തിനെതിരെ നിയമയുദ്ധം ചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കുന്നത്, ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ആൾക്ക് ജോലി കൊടുത്തത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, പണം കൊടുത്തു എന്നൊരു ആരോപണം ഇടയ്ക്കുണ്ടായിരുന്നു പീതാംബരന്റെ കുടുംബത്തിന്. പണം കൊടുത്തു, അതിനുശേഷമാണ് അവർ ഇനിയൊന്നും പറയാനില്ല എന്ന നിലപാടെടുത്തത് എന്നൊരു ആരോപണം അതിനിടയിൽ വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സെറ്റിൽമെന്റുകൾക്കുള്ള ശ്രമം അന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമാണല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അറിയാതെ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ TP ചന്ദ്രശേഖരൻ വധക്കേസും ഷുഹൈബിന്റെ വധക്കേസും ഈ കേസും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പറയാൻ വന്ന കാര്യം അത് തന്നെയാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് അരിയിൽ ഷുക്കൂറിനെ പരസ്യമായി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത്. പാർട്ടി നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊലയാളി പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസിനെതിരെ ഏതൊക്കെ ആരോപണം ഉന്നയിച്ചാലും ആ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു നേതാക്കന്മാരെ പോലും പ്രതികർക്കാൻ പറ്റിയിട്ടില്ല എന്നേ, ഒരു ഗൂഢാലോചന കേസും വന്നിട്ടില്ല എന്നേ. ഇവിടെ ഏതോ ചീമേനിയിലെ കേസ്, ഇവിടെ ചീമേനിയിലെ കേസൊക്കെ പറയുമ്പോൾ എൻ്റെ വസീഫ, ഇവിടെ ആർക്കും അൽഷിമേഴ്സ് വന്ന് ഓർമ്മക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ചീമേനിയിൽ എന്താ സംഭവിച്ചേ ഈ ജനങ്ങൾ അറിയാൻ വേണ്ടി പറയാം. ചീമേനി അതുപോലെ തന്നെ കയ്യൂർ 2 പ്രദേശമാണ്. ചീമേനി കോൺഗ്രസിന് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ കയ്യൂർ CPM-ന് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബൂത്തിൽ ആളുകളെ ഇരുത്തില്ല. അങ്ങനെ ആ പ്രാവശ്യം ഒരു സെറ്റിൽമെന്റ് നടത്തി. ചീമേനിയിലേക്ക് CPM-ന്റെ ഏജന്റ് വരട്ടെ, കയ്യൂരിലേക്ക് കോൺഗ്രസിന്റെ ഏജന്റ് പോകട്ടെ, അവർ ബൂത്തിൽ ഇരിക്കട്ടെ. പക്ഷെ കയ്യൂരിലേക്ക് പോയ കോൺഗ്രസിന്റെ ഏജന്റായ പുലാമന്തോൾ കൃഷ്ണൻ തിരിച്ചു വന്നില്ല. തിരിച്ചു വരാത്തതിന്റെ കാരണം CPM-കാർ ആ ബൂത്തിലിട്ട് കൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തി. ആ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ റിട്ടാലിയേഷനാണ് ചീമേനിയിൽ ഉണ്ടായത്. അതിന്റെ റിട്ടാലിയേഷൻ വീണ്ടും ഉണ്ടായി. വസീഫ് അങ്ങനെ ഓർമ്മക്കുറവ് ബാധിച്ച് ഇവിടെ അൽഷിമേഴ്സ് ബാധിച്ച പോലെ ഒന്നും ഇരിക്കണ്ട. ഓർമ്മകൾ ആരും ടൂർ പോയിട്ടൊന്നുമില്ല. കാരണം എന്താ? വീണ്ടും ജോസ് 3 പേരെയാണ് ആ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന 3 പേരെ വീണ്ടും CPM-കാർ കൊലപ്പെടുത്തി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചീമേനിയിലെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് വസീഫെ? അത് മാത്രമല്ല, ഇപ്പൊ ഇദ്ദേഹം കുറെ നേരമായി ഷിബിന്റെ കേസ് പറയുന്നുണ്ടല്ലോ. ആരാണ് വസീഫ? അസ്ലമാരാ? കോഴിക്കോട് നിന്നുള്ള ആളാണല്ലോ വസീഫ്. അസ്ലമിനെ കൊലപ്പെടുത്തിയതാരാ? അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ റിട്ടാലിയേഷന്റെ കഥകൾ വേറെ. അത് വൈകാരികമായ റിട്ടാലിയേഷൻ ഉണ്ടാവും. പക്ഷേ നേതൃത്വം അറിഞ്ഞുകൊണ്ട്, പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത കേസുകളാണ്. അത് ഷുഹൈബിന്റെ കേസായിക്കോട്ടെ, ഈ കൃപേഷ് ശരത്ലാൽ കേസായിക്കോട്ടെ, TP ചന്ദ്രശേഖരന്റെ കേസായിക്കൊള്ളട്ടെ, അരിയിൽ ഷുക്കൂറിന്റെ കേസായിക്കോട്ടെ, നേതൃത്വം നേരിട്ടറിഞ്ഞ് പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി ഒളിച്ചിരുന്ന് ചെയ്തതാണ്. അതാണ് ഈ കൃപേഷ് ശരത്ലാൽ കേസിൽ. ഇത് വെറുതെ ഒരു സംഘർഷത്തിലാണോ ഇതുണ്ടാകുന്നത്? സംഘർഷത്തിലല്ല. 3 ഇടത്ത് വെച്ച് ഗൂഢാലോചന നടത്തി. അവസാന ഗൂഢാലോചനയും കഴിഞ്ഞ്
ഇവർ ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു കുറേയധികം ആളുകൾ. രണ്ടുപേരെ ഇവർ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് നോക്കാൻ വേണ്ടി രണ്ടുപേരെ നിർത്തി. ആ രണ്ടുപേർ ഇവർ ഉത്സവ കമ്മിറ്റി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇവർ കൃത്യമായി മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 8 വരെ പ്രതികൾ പീതാംബരൻ ഉൾപ്പെടെ, താങ്കൾ പറഞ്ഞ CPM നേതാവ് പീതാംബരൻ ഉൾപ്പെടെ അവർ അവിടെ വെട്ടിക്കൊലപ്പെടുത്തി. രണ്ടുപേരെയും അതിമാരകമായി A4 അനിൽ വെട്ടിക്കൊലപ്പെടുത്തി. അയാളുടെ ദേഹത്ത് നിന്ന് കിട്ടിയ രക്തവും കൃപേഷിന്റെ ശരത്ലാലിന്റെ രക്തവും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. അതാണ് CBI വന്നിട്ട് തെളിയിച്ചത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന് ആ തെളിവുണ്ടായിരുന്നില്ല. അത് വസീഫിനറിയോ? ഇവിടെ ആ ആയുധങ്ങളും മുറിവും തമ്മിലുള്ള ടാലി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം വെച്ച് കോടതിയിൽ പോയായിരുന്നെങ്കിൽ ഈ കേസിലെ 1 മുതൽ 8 വരെ പ്രതികളും ഇന്നിപ്പോ വീട്ടിൽ പോക്കൊണ്ടേനെ, അവരെ ശിക്ഷിക്കില്ലായിരുന്നു. CBI കുറ്റപത്രം എന്ന് ഫോറൻസിക് പരിശോധനയിൽ പുനർപരിശോധന നടത്തി തിരുത്തു വരുത്തി ഫോറൻസിക് പരിശോധന വീണ്ടും നടത്തിയപ്പോഴാണ് ഈ കേസ് തെളിയുന്നത്. അതാണ് CBIയുടെ പ്രത്യേകത. അത് മാത്രമല്ല 4 പേരെ പുതിയതായി ചേർത്തു. ആ പുതിയതായി ചേർത്തവരെ പ്രോസിക്യൂഷൻ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം പറ, ഒരു ഇത്രയും മാരകമായ കൊലപാതകം നടന്നു, 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തി. ആ ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ MLAയും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അവരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ? ഞങ്ങളിനെ പൊട്ടന്മാരാണോ വസീഫെ? അല്ല, അത് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പോയി വർത്താനം ഇതെന്താ എന്ത് ന്യായീകരണമാണെന്ന് ഈ പറയുന്നത്? എന്ത് തോന്നിവാസം വന്ന് ഇങ്ങ് പറയാന്നാണോ വിചാരിക്കുക? എന്നിട്ട് ഇവിടെ വന്ന് അങ്ങ് ന്യായീകരിക്കുകയാണ്, ചിരിക്കുകയാണ്, കൊലച്ചിരിയാണ് വസീഫെ. ഈ കൊലച്ചിരി ഇതുപോലെ തന്നെയായിരുന്നു ത്രിപുരയിലും ബംഗാളിലും ഒക്കെ. അവിടുത്തെ ഡിവൈഎഫ്ഐക്ക് നേതാക്കന്മാർ ഈ കൊലച്ചിരിയാ ചിരിച്ചേ. അവസാനം മുച്ചൂടും മുടിഞ്ഞ് ആ ഡിവൈഎഫ്ഐ നേതാക്കന്മാരൊക്കെ പൊറോട്ട അടിച്ചിരിക്കുന്നുണ്ട്. ആ ഗതി വസീഫിന് വരാതിരിക്കട്ടെ. ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മരണം ഉണ്ടായതിനു ശേഷം നിയമസഭയിൽ കോൺഗ്രസിന്റെ അടിക്കാൻ വയനാട്ടിൽ വന്ന നേതാവ് നിങ്ങളുടെ നേതാവാ ശ്രീ വസീഫ്. ഉത്തർപ്രദേശിൽ നിന്ന് ജയിക്കില്ല എന്ന് കണ്ടപ്പോ വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ട നേതാവിന്റെ ഫോട്ടോ വെച്ചാലേ വസീഫെ? തമിഴ്നാട്ടിൽ ആകെ 2 MP ഉണ്ടാക്കിയത് ആ നേതാവിന്റെ ഫോട്ടോ വെച്ചാ. ഡൽഹിയിൽ എന്നിട്ട് യുപിയിൽ നിന്ന് പരാജയപ്പെട്ടു വയനാട്ടിൽ വന്ന് വർഗീയവാദികളുടെ എന്നിട്ട് വലിയ വർത്തമാനം പറയല്ലേ? ഇന്ത്യ അടക്കി ഭരിച്ചവരായിരുന്നു. ഇയാൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അയാളുടെ മൈക്കോഫാക്ക് അയാൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അയാളുടെ വിടുവായിത്തം അഭിനവർക്ക് പറഞ്ഞതിൽ ഇടപെട്ട് ഞാൻ സംസാരിച്ചു. ഒരു നിമിഷം അങ്ങനെ നിങ്ങളുടെ ചർച്ചയിലും ഞങ്ങൾ ഞാൻ പറയട്ടെ. ശരി, അങ്ങനോട് പറഞ്ഞല്ലോ. പിന്നെ എന്ത് പ്രശ്നം? നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ വൺ സൈഡാ. നിങ്ങളൊന്നും പറയണ്ട. ഇവിടെ ചർച്ച അങ്ങനെ മുന്നോട്ട് നോക്കൂ. ഞാൻ സ്വാഭാവികമായും എനിക്ക് മറുപടി പറയണം. വാക്ക് പോലും ഇടയിൽ ഇടപെടുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോ പൂർണ്ണമായി നിങ്ങൾ ഇടപെടുക, അതോടൊപ്പം ഇദ്ദേഹം ഇടപെടുക. ശരി, ഒരു മാന്യതയില്ലാതെ ഞാൻ എടുക്കുന്നു വസീഫ. ഇനി ഞാനൊരു വരി പറയട്ടെ. ഒരു മിനിറ്റ് തന്നെ ഒന്ന് ക്ഷമിക്കുക. ഒരു കാര്യം പറയണ്ട. ഇനി ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്റെ ചോദ്യം ചോദിച്ചില്ലെന്നേ. നിങ്ങളുടെ ചോദ്യം ഇവിടെ കുറെ ഉണ്ട്. ഞാൻ ഇടപെട്ടിട്ട് വസീഫിനോട് ചോദിച്ചില്ല. ചോദിക്കുന്നതിന് മുമ്പ് വസീഫ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അഭിന് സംസാരിക്കാൻ തുടങ്ങി. അതാ അതിന്റെ ഇടയ്ക്കുള്ള സമയമാണ്. അങ്ങേക്ക് സംസാരിക്കാൻ ഞാൻ എന്റെ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് വെച്ചിരുന്നില്ല വസീഫെ. അതിനു മുമ്പാണ് അങ്ങ് സംസാരിക്കുകയും അതിലിടപെട്ട് അഭിൻ സംസാരിക്കുകയും ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്തൊരു സാഹചര്യമാണ്. അതിൽ എന്റെ നേരെ ആരോപണം വെക്കല്ലേ. ഞാനതിൽ നിസ്സഹായാണ്. ഇനി വസീഫ് പറഞ്ഞോ.
ഇവിടെ കോൺഗ്രസിന്റെ വലിയ വീരവാദമൊക്കെ ഇവിടെ മുഴക്കിയത് കോൺഗ്രസിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാ. ഇവരുടെ അഖിലേന്ത്യാ നേതാവിന് പോലും അവരുടെ കേന്ദ്രങ്ങളിൽ ഒന്നും മത്സരിച്ച് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്നൊന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ ചീമേനി 987 സംഭവിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ ഉൾപ്പെടെ വലിയ ക്രൗര്യം കാണിച്ച് നടന്നവരാ കേരളത്തിലെ കോൺഗ്രസ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിരോധിച്ചതാ, കോൺഗ്രസിന്റെ ഗുണ്ടായുസത്തെ, അക്രമ രാഷ്ട്രീയത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ. എന്നിട്ട് അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന്. മലപ്പുറത്തെ വിഷ്ണുവിനെ അറിയില്ല പോലും. ആർക്ക്? യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്. അയ്യേ, നാണക്കേട് കേട്ടോ. രാധയെ അറിയോ? നിലമ്പൂരിലെ രാധയെ കൊന്ന് ചാക്കിൽ കെട്ടി അവിടെ മൂലയിൽ വെച്ചതാ നിങ്ങളുടെ നേതാവ്. ഏത്? സ്വന്തം MLA ഓഫീസിൽ. നിങ്ങളുടെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് മറന്നുപോയോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കോൺഗ്രസ്സുകാരാ കൊന്നത്. നിങ്ങൾ ഈ കൊലപാതകത്തെ കുറിച്ച് പറയല്ലേ? ആരാ? മധുവും ലാൽജിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നില്ലേ തൃശ്ശൂരിലെ? അവരെ എങ്ങനെ കൊലപ്പെടുത്തിയത്? ചാവക്കാട്ടെ ഹനീഫയെ കൊലപ്പെടുത്തി, ക്രൂരമായി കൊലപ്പെടുത്തി. ഗ്രൂപ്പ് വഴക്കിന്റെ പേരിലാ ഈ 3 പേരും കൊല ചെയ്യപ്പെടുന്നത്. എന്നിട്ടോ അവർ പത്രസമ്മേളനം വിളിച്ച് അവരുടെ അമ്മ പറഞ്ഞത് ഇവിടെ മറ്റു ചാനലുകളൊന്നും ഏറ്റെടുക്കുന്നില്ല. അത് കരുത്തി അതിന്റെ യാഥാർത്ഥ്യവും ഇല്ലാതാവുമോ? വസ്തുതകൾ ഇല്ലാതാവുമോ? അവരുടെ അമ്മ പറഞ്ഞു അന്നത്തെ UDFന്റെ മന്ത്രി, കോൺഗ്രസിന്റെ മന്ത്രിയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടിയ കൊലപാതകം നടന്നത് എന്ന്. എത്ര ക്രൂരമായിട്ടാ കൊലപ്പെടുത്തിയത്. എന്നിട്ട് ഇവർക്കൊന്നും പറയാനില്ല. എന്നിട്ട് വലിയ രീതിയിൽ അങ്ങ് ഞങ്ങൾ പുണ്യാളന്മാർ. നിങ്ങളാണ് ഈ കേരളത്തിലുടനീളം കൊലപാതകങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്. ഇന്ന് നിങ്ങൾക്ക് അതിന്റെ ആരോഗ്യമില്ല, നിങ്ങൾക്ക് ശേഷിയില്ല. നിങ്ങൾ ശേഷിയില്ലാഞ്ഞിട്ട് പോലും പരസ്പരം ഗ്രൂപ്പ് അടിച്ച് കൊന്നതിന്റെ കണക്കാ ഞാൻ പറഞ്ഞത്. 3 പേരെ കൊലപ്പെടുത്തിയത് നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലി കൊലപ്പെടുത്തിയതാ. പിന്നെ ഇവിടുത്തെ കേസ് നിങ്ങൾ പറഞ്ഞു ഇവരൊക്കെ അങ്ങ് വെറുതെ വന്ന് ഈ പീതാംബരൻ എന്ന് പറയുന്ന മനുഷ്യൻ വെറുതെ അങ്ങ് കൊലപ്പെടുത്തി എന്നാ പറയുന്നത്. അവിടെ മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. 2019 ജനുവരി മാസം 5-ാം തീയതി നടന്ന സംഭവം. പീതാംബരനെ കൊല്ലാൻ ശ്രമിച്ചു ആരാ? അതിലെ പ്രതികളാ ഇവര്. 1-ാം പ്രതിയും 9-ാം പ്രതിയും. അവരാ പിന്നീട് കൊല്ലപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ കൊലപ്പെടുന്നത് പീതാംബരൻ. അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. എന്തിനാ കൊല്ലാൻ ശ്രമിച്ചത്? ആ പെരിയ പ്രദേശത്ത് ബോധപൂർവമായി കലാപത്തിലും. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വലിയ അക്രമം പീതാംബരന് നേരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അക്രമം ആ പ്രദേശത്ത് കോൺഗ്രസിന്റെ ഈ ഗുണ്ടാപ്പടയായിട്ടുള്ള ഇവരുടെ നേതൃത്വത്തിൽ അവിടെ അടിഞ്ഞാടുന്ന കാഴ്ച ഉണ്ടായിരുന്നു. സംഗതി ഇവരെ കൊല്ലപ്പെട്ടു. സംഗതി ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊക്കെ നമുക്കുണ്ട്. പക്ഷെ അവിടെ മുൻപേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച ഷിബിൻ ഒരു കേസിൽ പോലും പ്രതിയല്ല. ഞാനും പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ അവർക്കൊക്കെ ഇങ്ങനെ പറയാൻ പൂർണ്ണമായ അവസരം കൊടുത്താണല്ലോ. ഞാൻ പറഞ്ഞ ഷിബിൻ ഒരാളെയും കൊലപ്പെടുത്താനോ ഒരാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസിലോ ഒന്നും പ്രതിയായിരുന്നില്ല ഷിബിൻ. മിടുക്കനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി, കോൺഗ്രസ്സുകാരന്റെ മകനാ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കണ്ണൂരിലെ കോൺഗ്രസ്സുകാരന്റെ മകൻ ധീരജ്, മിടുക്കനായ വിദ്യാർത്ഥി, ക്രൂരമായി കുത്തിക്കൊന്നു. ആരാ കൊന്നത്? ഈ ഷാഫി പറമ്പിലിന്റെയും ഈ അബിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിഖിൽ പൈലി. ഇപ്പൊ ഇവര് പറയാ, കാരണം അവർക്ക് പറയാം, കാരണം അവരെ ഏറ്റെടുക്കാൻ മാധ്യമങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ നിഖിൽ പൈലിയുടെ പേര് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ആ നിഖിൽ പൈലിയെ, ഈ കൊലപാതക കേസിലെ പ്രതിയെ പിന്നീട് ഇവർ സംസ്ഥാന നേതൃത്വമായി ഉയർത്തി. അതാ കോൺഗ്രസ്. ഒരാൾക്കും പ്രശ്നമില്ല. പ്രതിക്ക് ജാമ്യം കിട്ടൂലെന്നില്ല. കൊലക്കേസ് പ്രതിക്ക് ജാമ്യം കിട്ടില്ല. കൊലക്കേസ് പ്രതിക്ക് ജാമ്യം കിട്ടില്ല എന്നുണ്ടോ മധു? അങ്ങനെ ഉണ്ടോ? ജാമ്യം കിട്ടണമെങ്കിൽ ആ കേസ് അല്ല, ജാമ്യം കിട്ടണമെങ്കിൽ ആ കേസ് അത്ര ദുർബലമായിരിക്കും. കേസ് നടക്കുക. ആ പ്രതിപട്ടികയിലുണ്ട്. ആ പ്രതിപട്ടികയിൽ ഇദ്ദേഹമുണ്ട്. അങ്ങനെ പ്രതിപട്ടികയിൽ ഇരിക്കുന്ന ആളെയാണ് ഇവരെന്ത് ചെയ്തത്? ഇവരുടെ നേതാക്കന്മാരായിട്ട് ഉയർത്തുന്നത്. അങ്ങനെ ഉയർത്തിയിട്ട് ഇവരുടെ കൂടെ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും
ഒരു കാലവും ചർച്ച അവരെ ചെയ്തിട്ടില്ല. എന്നാണ് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ കൊടികെട്ടിയ പോലീസ്, ആ കേരളത്തിലെ കൊടികെട്ടിയ പോലീസിന്റെ അന്വേഷണ വ്യഗ്രത കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ നിഖിൽ പൈലി ഇവിടെ വിഹരിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസ്വസ്ഥത? എനിക്കൊരു അസ്വസ്ഥതയില്ല. എന്റെ പ്രശ്നം അറിയാമോ? അല്ല, ഞാൻ എങ്ങനെ ചോദിക്കാൻ കാരണം എന്താ അറിയാമോ? എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും അങ്ങീ ഘട്ടത്തിൽ തന്നില്ല. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും അങ്ങീ ഘട്ടത്തിൽ തന്നില്ല. എന്നിട്ടാണ് എനിക്ക് അസ്വസ്ഥത എന്ന് പറയുന്നത്. അബിൻ വർക്കി പറഞ്ഞ് അവസാനിച്ചപ്പോൾ സ്വയം അങ്ങ് പറഞ്ഞേക്കാം എന്ന് കരുതി അങ്ങ് പറഞ്ഞു തുടങ്ങിയാണ്. ഞാനത് അനുവദിച്ചു നൽകി. അങ്ങ് പറഞ്ഞൊരു ഘട്ടം വരെ ഞാനത് അനുവദിച്ചു നൽകി. എന്നിട്ട് ഞാൻ അതിനിടയ്ക്ക് ഒന്നും പറയാൻ പാടില്ല. അതെന്റെ അസ്വസ്ഥത. അങ്ങേക്ക് അല്ല, അങ്ങ് വലിയ പഠനം നടത്തി ഓരോ വാചകങ്ങളും പെറുക്കിക്കൊണ്ടുവന്ന് വൈകാരികമായി CPM-ന്റെ മുകളിൽ ഈ കൊലപാതകം അങ്ങ് കെട്ടിവെക്കണമെന്ന് ആലോചിച്ചുറപ്പിച്ച് ഓരോ സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. വേറെ ചോദ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് സ്വയം ഉത്തരം പറഞ്ഞു തുടങ്ങിയതാണ്. ഞാൻ അങ്ങ് ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ അത് അസ്വസ്ഥത. അങ്ങക്ക് ഒരു ചർച്ചയുടെ അവതാരകയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും അവതാരകയായിട്ടുള്ള മാധു ഈ ചർച്ച കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സമാധാനത്തിൽ ഇരുന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പൊന്നു വസീഫ്, ഈ ചർച്ച തുടങ്ങിയത് തന്നെ അങ്ങ് മാധ്യമ ക്ലാസ് എടുത്തുകൊണ്ടാണ്. ഞാനത് സാവകാശം പഠിച്ചോളാമെന്നേ. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യത്തെ വരി എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ ക്ലാസ്സോട് കൂടിയാണ് തുടങ്ങിയത്. ഞാൻ സാവകാശം പഠിക്കാം. ഈ കടുകട്ടി അധ്യായങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഇതിന് സമയം വേണ്ടേ വസീഫേ? ഒരു മിനിറ്റ്, ഞാൻ വരാം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് നിങ്ങൾ അവസാനിപ്പിച്ചോ. എനിക്ക് വേണ്ട, നിങ്ങൾ അങ്ങ് കൊടുത്ത. കാരണം അങ്ങനെയാണല്ലോ, വൺ സൈഡ് ആണല്ലോ ചർച്ച. ഇവിടെ ഞങ്ങൾ പറയുന്നത് ഈ കൊലപാതകത്തിൽ പോലീസ് തുടക്കത്തിൽ നടത്തിയ അന്വേഷണത്തിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് പോയത്. CBI വന്ന് പ്രതിപ്പട്ടികയിൽ ചേർക്കുകയോ വലിയ ഗൂഢാലോചനയിലേക്ക് CPM-ന്റെ നേതാക്കന്മാരിലേക്ക് എത്തുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ സത്യസന്ധമായുള്ള അന്വേഷണം നടന്നു, പ്രതികളെ പിടിച്ചു. ഞങ്ങൾ ഇവിടെ പറയുന്നത് കോൺഗ്രസ് ആയാലും CPM ആയാലും ആരും കൊല ചെയ്യപ്പെടാൻ പാടില്ല. പിന്നെ ഇവിടെ വല്ലാത്ത രീതിയിൽ ഈ കൊലപാതക കേസുകൾ വരുന്ന സമയത്ത് അതിൽ പ്രതിപ്പട്ടികയിൽ CPM-കാരുണ്ടാകുമ്പോൾ കാണിക്കുന്ന വല്ലാത്തൊരു ജാഗ്രതയും വല്ലാത്ത ഒരു താല്പര്യവും മാധ്യമങ്ങൾക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഞാനിവിടെ തുവൂരിലെ സുജിതയെ കുറിച്ച് പറഞ്ഞതും ലാൽജിയെ കുറിച്ച് പറഞ്ഞതും മധുവിനെ കുറിച്ച് പറഞ്ഞതും ഹനീഫയെ കുറിച്ച് പറഞ്ഞതും രാധയെ കുറിച്ച് പറഞ്ഞതും ഇതൊന്നും ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്കോ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കോ ഒരു പക്ഷേ അവർക്ക് പരിചയമുണ്ടാകില്ല. കാരണം എന്താണെന്നറിയോ? കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇതൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് അത്ര എത്താത്ത രീതിയിലേക്ക് മൂടി വെക്കാൻ വല്ലാത്ത ജാഗ്രത കാണിച്ചിരുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം. അങ്ങനെ ഒരു അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. അത്തരം ആരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരും ഉന്നയിക്കുന്നതാണ്. ഈ ധാർമ്മികമായ അവകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞ് ഞാനൊരു ഇടവേളയിലേക്ക് പോകേണ്ടതിന് അനിവാര്യതയുണ്ട്. ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വധത്തെ പറ്റി, വധം നടന്ന സമയത്ത് സൂപ്പർ പ്രൈം ടൈമിൽ അതിഥിയായി വന്നത് അങ്ങയുടെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ M സ്വരാജാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായ ഒരു തലമുണ്ട് എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഞങ്ങളോടൊപ്പമുള്ളവരാണ് എന്നത് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന കാര്യമല്ല എന്നു തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിക്ക് പങ്കില്ല നീ 6 വർഷക്കാലത്തിന് ശേഷം പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാ പറയാനുള്ളത്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആരും ഒരു കേസിലും ഇതുപോലെ പെടരുത്. അവരൊരു കേസിലും ഇങ്ങനെ ഒരു അക്രമ സംഭവങ്ങളിലോ മറ്റേത് ക്രിമിനൽ കേസുകളിലോ ഞങ്ങളോടൊപ്പമുള്ളവരല്ല, ഒപ്പമുള്ളവരാണ് എന്നത് ഞങ്ങൾക്ക് അഭിമാനകരമായ കാര്യമല്ല എന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം അന്ന് ഏറ്റെടുത്തത് നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ്. ഇന്നിപ്പോ പാർട്ടിക്ക് ഒരു ബന്ധമില്ല. അഭിനന്ദനങ്ങൾ ഒരു ഒറ്റ മിനിറ്റേ ഉള്ളൂ, അതും അധിക സമയം എടുക്കുന്നതാണ്. ഈ കേസിൽ ഇപ്പോൾ ശിക്ഷ വിധിച്ചാലും നമുക്കറിയാം CBI അന്വേഷണത്തിനടക്കം സർക്കാർ നിയമപോരാട്ടത്തിന് പോയതാണ് സുപ്രീം കോടതി വരെ. ഇത് അവസാനത്തേതാകുമോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഞങ്ങൾ ഈ വിധി പ്രസ്താവം പൂർണ്ണമായി വന്നു കഴിഞ്ഞ് അതിനെപ്പറ്റി പഠിച്ചിട്ട് ഈ വെറുതെ വിട്ട പ്രതികൾ അതിൽ പലരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴേയും വാദം.
അത് മാത്രമല്ല ഞങ്ങളുടെ വിശ്വാസവും അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് മേൽക്കോടതിയിൽ ഞങ്ങൾ അപ്പീലിന് പോകും. ആ അപ്പീലിന് പോയിട്ട് ഇതിലെ എല്ലാ പ്രതികളെയും നീതിന്യായ വ്യവസ്ഥയുടെ അവസാന ബെഞ്ച് വരെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതക കേസിലെ പ്രതികളെ പിടികൂടാനുള്ള പോരാട്ടത്തിന് ആ കുടുംബത്തോടൊപ്പം പാർട്ടി പൂർണ്ണമായും ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ പറയാനാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുകയാണ്.